എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തോറ്റ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കുന്നു. നേരായിട്ടുള്ള കാര്യം തന്നെയാണ്, തെറ്റൊന്നുമല്ല. സംഭവം എന്താണെന്നും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ വീഡിയോകൾ മുന്നേ ഒരു മാസം 2 മാസമൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്നും എന്താണ് പറയാൻ പോകുന്നതൊക്കെ കൃത്യമായിട്ട് അറിയാം. അല്ലാത്തവർ തമ്മിലേൽ കണ്ടത് ശരി തന്നെയാണ്, തോറ്റ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കും. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ കാര്യം എല്ലാവർക്കും സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ചുരുക്കം ചില പേർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ നിങ്ങളുടെ ലക്കാണ്. നമുക്ക് നോക്കാം, വിശദമായ വാർത്തയിലേക്ക് തന്നെ എടുക്കാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥിനിക്ക് തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനപ്പെടുന്ന വാർത്തയിൽ ഇതിനെടുക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തോറ്റ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാതെ ജയിക്കുന്നു. നിങ്ങൾ ഏത് സെമസ്റ്റർ ആയാലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. പല വിദ്യാർത്ഥികളും പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ കാര്യമായ രീതിയിൽ പരീക്ഷ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ തോറ്റുപോയി എന്ന്. തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഒന്ന് കയറി ചെക്ക് ചെയ്യുക. കാരണം പല വിദ്യാർത്ഥികൾക്കും സംഭവിക്കാറുള്ളൊരു കാര്യമാണ്, റിസൾട്ട് വരുമ്പോൾ ഫെയിലാകുന്നു, എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് വരുമ്പോൾ പാസ്സായി കാണുന്ന ഒരു സാഹചര്യം. അതെ, നമ്മൾ കേട്ടത് ശരി തന്നെയാണ്. റിസൾട്ട് വരുമ്പോൾ പല വിദ്യാർത്ഥികളും ഫെയിൽ എന്ന സ്റ്റാറ്റസ് കാണിക്കുകയും അതേ റിസൾട്ട് കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്നൊരു സംവിധാനത്തിലേക്ക് ആ റിസൾട്ട് ആഡ് ആകുകയും അങ്ങനെ വരുമ്പോൾ റിസൾട്ട് പാസ്സാകുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. പല വിദ്യാർത്ഥികൾക്കും അങ്ങനെ സംഭവിച്ചതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അറിവുകളുണ്ട്, നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റികൾ പെട്ടെന്ന് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന മിസ്റ്റേക്കാണിത്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി വന്ന 5th സെമസ്റ്ററിൻ്റെ റിസൾട്ടിൽ പല വിദ്യാർത്ഥികളും തോറ്റിട്ടുണ്ട്. പക്ഷേ ഈ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ആകുന്നത് ചിലപ്പോൾ ഒരു മാസമോ 2 മാസമോ ഒക്കെ എടുത്തിട്ടായിരിക്കും. ചിലപ്പോൾ ഒരു മാസമൊക്കെ പോകാറുണ്ട് ഈ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് വരാൻ. അപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് വരുന്ന പ്രൊസീജിയേഴ്സ് വളരെ മെല്ലെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് നടക്കുകയും കറക്റ്റ് മാർക്ക് തന്നെയാണ് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. പല വിദ്യാർത്ഥികളും നമ്മളോട് ചോദിച്ചു, നമ്മുടെ റിസൾട്ട് വരുമ്പോൾ തോറ്റു, അതേസമയം അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വന്നപ്പോൾ ജയിച്ചതായിട്ട് കാണുന്നു, ഏതാണ് എൻ്റെ ശരിയായ റിസൾട്ട്? തോറ്റ റിസൾട്ടാണോ അതോ ജയിച്ച റിസൾട്ടാണോ? തീർച്ചയായും പറയാനുള്ളത് സ്റ്റുഡൻറ്റ് പോർട്ടലിലെ റിസൾട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ഫെയിലായി, സ്റ്റുഡൻറ്റ് പോർട്ടലിലെ റിസൾട്ട് വരുമ്പോഴും ഫെയിലായി, ഓക്കെ, അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഫെയിലായി, അതേസമയം അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് വരുമ്പോൾ നിങ്ങൾ പാസ്സായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ലക്കാണ്. സ്റ്റുഡൻറ്റ് പോർട്ടലിലെ റിസൾട്ടാണ് റിയൽ. നിങ്ങൾക്ക് ആ പരീക്ഷ സപ്ലൈ ചെയ്താൽ തന്നെ ജയിക്കാൻ സാധിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കണമെന്നൊന്നും പറയാൻ സാധിക്കില്ല. നോക്കുക, എല്ലാ ദിവസവും സ്റ്റുഡൻസ് മസ്റ്റ് ചെക്ക് യുവർ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഡെയിലി 1 ടൈം. ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5ാം സെമസ്റ്ററിൽ മാത്രമല്ല, 1 മുതലുള്ള 6 സെമസ്റ്ററിലും ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി എന്തെങ്കിലും മാറ്റം വന്നാൽ, ഏതെങ്കിലും തോറ്റ വിഷയമൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ അത് പാസ്സായി പോകാം. പിന്നെ നിങ്ങൾക്കൊരു മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ കറണ്ട് സെമസ്റ്ററായിട്ട് 5th സെമസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞത്. 5th മാത്രമല്ല, 1 മുതൽ 6 സെമസ്റ്ററുള്ള ഏത് സെമസ്റ്ററിലേക്കും അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പുതിരമേ കാണുന്ന ബെനിമിസ്കൃത പിന്നെ പല വിദ്യാർത്ഥികളും പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ മോഡറേഷൻ കൊടുക്കാറുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അന്വേഷിച്ചപ്പോൾ മോഡറേഷൻ കൊടുക്കാറില്ല, പകരം ജനറൽ മോഡറേഷനാണ് നൽകുന്നത്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെയായിരുന്നു മോഡറേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ അത് കുറച്ച് കാലങ്ങളായിട്ട് ഈ മോഡറേഷൻ എന്ന പരിപാടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജനറൽ മോഡറേഷനാണ്. ജനറൽ മോഡറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻറ്റ് പോർട്ടൽ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ പാസ്സായി കാണാറുണ്ട്.
കാരണം പല വിദ്യാർത്ഥികൾ നമ്മളടിയിൽ കമൻറ്റും അല്ലാതെയൊക്കെ വിളിച്ച് വരെ ചോദിക്കുന്ന സംശയമാണ്, സാർ മോഡറേഷൻ കിട്ടി, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മോഡറേഷൻ വഴി ജയിക്കാറുണ്ടോ എന്ന്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് മോഡറേഷൻ കൊടുക്കാറില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിൽ ഒരു വർഷം ഒരു 1-2 വർഷമൊക്കെ ആയിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. തീർച്ചയായും മോഡറേഷൻ ഇല്ലയെന്ന് ഓർത്തിരിക്കുക. ജനറൽ മോഡറേഷൻ ആണുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ ചില വിദ്യാർത്ഥികളുടെയൊക്കെ പാസ്സായി കാണും. എല്ലാ വിദ്യാർത്ഥികളുടെ ഒന്നും സംഭവിക്കുന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ ഭാഗ്യവും യോഗവും പോലെ ഇരിക്കും. അപ്പോൾ പുതിരമായി കാണുന്ന ഫൗണ്ടർ ഫോർ ദ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.